വൺ പവർ എന്താണെന്ന് നോക്കാം. കാലചക്രം കറക്കുന്ന ട്രൂ സോഴ്സിൽ നിന്നുണ്ടായതാണ് വൺ പവർ. അന്ധകാരത്തെ അടയ്ക്കാൻ ഡ്രാഗൺ വന്നു, കൂടെ 100 കമ്പാനിയൻസും. വൺ പവറിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മെയിൽ ഹാഫും ഒന്ന് ഫീമെയിൽ ഹാഫും. വൺ പവറിന്റെ പകുതി ശക്തി യൂസ് ചെയ്യുന്ന മെയിൽസ് ആണ് മെയിൽ ഹാഫ്. അവരെ പറയുന്നത് സെയ്ഡിൽ നിന്നാണ്. ഫീമെയിൽ ഹാഫ് യൂസ് ചെയ്യുന്നത് ഫീമെയിൽസ് ആണ്. അവരെ സെയ്ഡർ എന്നും പറയും. ഡ്രാഗൺ അന്ധകാരത്തെ അടച്ചത് സ്ത്രീകളുടെ സഹായമില്ലാതെയാണ്. അവര് ഡ്രാഗനെ അടയ്ക്കാൻ യൂസ് ചെയ്ത ശക്തി വൺ പവർ ആണ്. പക്ഷെ ആ ശക്തി തന്നെ അവര് സ്പോയിൽ ചെയ്തു. ഈ ശക്തി യൂസ് ചെയ്യുന്ന ആണുങ്ങൾക്കെല്ലാം വട്ടായതുപോലെയായി. അന്ധകാരത്തെ അടച്ചെങ്കിലും അതിന്റെ ബാക്കിയായിട്ട് ഇത് നിലനിന്നു. ഇനി വാർഡൻ. ഏസഡൈസ് എന്ന് പറയുന്നത് ഈ സ്ത്രീകളെ വിളിക്കുന്ന പേരാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് വാർഡൻ എന്ന് വിളിക്കുന്നത്. വാർഡന് ഏസഡൈയുടെ ഇമോഷൻ സെൻസ് ചെയ്യാൻ പറ്റും. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു കണക്ഷൻ കാണും. അടുത്തത് ഷാഡോസ്പോൺ. അത് ക്രിയേറ്റ് ചെയ്തത് അന്ധകാരത്തെ സെർവ് ചെയ്ത ആളാണ്. ഷാഡോസ്പോൺ എന്ന് പറയുന്നത് ഈവിൾ ക്രിയേച്ചേഴ്സ് ആണ്. ട്രോളോക്സ്, ഫെയ്റ്റ്സ് ഇതെല്ലാം അതിൽ പെടുന്നവരാണ്. ട്രോളോക്സിന്റെ ബ്ലേഡില് ഒരു സൈസ് പോയിസൺ ഉണ്ട്. അത് ആ ബ്ലേഡ് കൊണ്ട് കുത്തു കിട്ടിയ ആളെ കൊന്നുകളയും. ഏസഡൈസ് ഒക്കെ പവർ ചാനൽ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചാനൽ ചെയ്യുമ്പോൾ ആ ചാനൽ ചെയ്യുന്ന ആൾക്ക് ക്ഷീണവും ഒക്കെ ഉണ്ടാകും. പിന്നെ വിസ്ഡം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തെ ലീഡ് ചെയ്യുന്നതും ഹീൽ ചെയ്യാനും ഒക്കെ ഒരു കഴിവുള്ള ഒരാളെയാണ് പറയുന്നത്. വിസ്ഡത്തിന് കല്യാണം കഴിക്കാനോ കുട്ടികൾ ഉണ്ടാകാനോ ഒന്നും പറ്റത്തില്ല.